ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ ഈ ജോബ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സോ എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതും അതിൻ്റെ ഡിഫറെൻ്റ് ഏരിയകളും, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിലെത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ തിയറിയിൽ പഠിക്കാൻ പോകുന്നത്. സോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അഥവാ നമ്മളൊരു കാര്യം ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട്, ഒരുപാട് പ്ലാനിങ്ങുകളും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊരു പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ് ഫോർ വാട്ട്, അത് എന്താ, നമ്മളൊരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ അല്ലെങ്കിൽ കസ്റ്റമറുടെ നീഡ്സിനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെ അതിനെ ഡെവലപ്മെന്റ് ചെയ്യാം, എങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാക്കാം എന്നൊക്കെ അടങ്ങിയ ഒരു പ്രോസസ്സാണത്. അഥവാ സിമ്പിളായിട്ട് നമ്മളൊരു സിംഗിൾ ലൈനിൽ പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യുന്ന ഏതൊരു കാര്യം എന്താണ്, മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, സോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏതൊരു കാര്യം, അതിന്റെ പ്രൈസിങ് അതിനെ പ്രൊമോട്ട് ചെയ്യും. കുറഞ്ഞ ചെലവാണെങ്കിൽ, കുറഞ്ഞ പ്രൈസ് ആണെങ്കിൽ, അഫോർഡബിൾ പ്രൈസ് ആണെങ്കിൽ, പല രൂപത്തിലും പ്രൈസിങ് എന്നുള്ള ഒരു പ്രോസസ്സ് അതിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ അങ്ങോട്ടൊക്കെ എത്തിക്കാൻ പറ്റുന്നുള്ളത്, എത്രത്തോളം സ്പീഡിൽ എത്തിക്കാൻ പറ്റുന്നുള്ളത്, അതുപോലെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്ത് കാര്യവും, ആ പ്രൊഡക്റ്റിനെ സർവീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്ത് കാര്യം എന്താണ്, മാർക്കറ്റിംഗ് ആണ്. സോ നിങ്ങളൊരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് വേണോ എന്ന് ചോദിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് ആണ്. സെയിൽസിന്റെ ഭാഗമാണെങ്കിലും അതൊരു മാർക്കറ്റിംഗ് ആണ്. സോ ഈ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള അതിന്റെ കവറ്, അതിന്റെ കളറ്, അതിന്റെ ഏതൊരു ഏരിയയും, അഥവാ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രത്തോളം, ഈവൻ ഒരു ജ്വല്ലറി അതിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ അവരുടെ ഡോറ് തുറന്ന് കൊടുക്കൽ പോലും പാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. സോ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യുന്ന, അതിന്റെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട്, അഥവാ കസ്റ്റമറിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏതൊരു പ്രോസസ്സും എന്താണ്, മാർക്കറ്റിംഗ് ആണ്. സോ നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യുക, ഒരു പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യമാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ ഈ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മുമ്പിലേക്ക് വരുന്ന ബിസിനസ്സുകളൊക്കെ എൻറ്റയർലി ഡിഫറൻസ് ആയിരിക്കും. നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സംടൈം എൻ്റെ ഒരു കരിയറിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ സംടൈം നമുക്ക് എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ഓരോ പ്രൊഡക്റ്റും, അഥവാ നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രൊഡക്റ്റിനെയും മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കലാണ് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അറിയേണ്ടിയിരിക്കുക. അപ്പോൾ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സ്റ്റെപ്പ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. സോ സിമ്പിളായിട്ട് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ സെയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യവും മാർക്കറ്റിംഗ് ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഡെഫിനിഷനാണ്. അപ്പോൾ എന്തും ആവാം, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതാവാം, സ്റ്റോറി ഇടുന്നതാവാം, നിങ്ങൾ അതിന്റെ റീൽസ് ഇടുന്നതാവാം, അത് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നതാവാം, എന്തുവാം, നിങ്ങൾ കൊടുക്കുന്ന ഓഫറുകളാവാം, നിങ്ങൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആവാം, കസ്റ്റമറുടെ കൊടുക്കുന്ന എക്സ്ട്രാ സപ്പോർട്ടാവാം, എന്തും ആഡ് വൺ ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കൂടെ കൊടുക്കുന്നത്, അങ്ങനെ പലതും എന്തുമാവാം, അതാണ് മാർക്കറ്റിംഗ്. സോ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെയോ ഒരു സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും മാർക്കറ്റിംഗ് ആണ്.